അല്ല നമുക്ക് രണ്ടുപേരും മറ്റേ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ എനിക്ക് അറിഞ്ഞു ഏതാണ് പിന്നെ അല്ല അത് ഞാനല്ല പുള്ളി അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം പറയാം. ഇന്നിപ്പോ 11-ാം ദിവസമാണല്ലേ? അതെ. ഞങ്ങൾ ലാഭമായി, ഇനി അടുത്ത ആഴ്ച കണക്കിൽ ഞങ്ങൾ നഷ്ടമായിട്ട് വേണ്ട. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ ഈ 10-ാം ദിവസം വന്നിട്ട് അങ്ങനെ കാര്യം പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മളൊരു സിനിമ, ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇത്രയിൽ ഭയങ്കര നല്ല അപ്രിസിയേഷൻ കിട്ടുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു അദ്ദേഹം എന്താ പറയുക ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. ആൻഡ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് വിളിച്ചത്. അതെ, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ചിരിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് തന്നെയാണ് റെസ്പോൺസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിച്ച് 2 മണിക്കൂർ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തന്നെ തോന്നി. എല്ലാവർക്കും പടം ഇഷ്ടമായി, എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നു വിചാരിക്കണം. ഞാൻ മറ്റേ രഞ്ജിത്ത് സാറിൻ്റെ മറ്റേ സീൻ എല്ലാവരും ചിരിക്കുന്ന ഉറപ്പായിരുന്നു. അത് ഭയങ്കര ചിരിയായിരുന്നു. സന്തോഷം. കണ്ടവരെല്ലാവരും എല്ലാവരോടും പറയാം, ഷെയർ ചെയ്യാം. നമുക്ക് ഈ വീക്ക് കൂടെ ഇതുപോലെ തന്നെ ഹൗസ്ഫുള്ളായിട്ട് പോകണം എന്നാണ് ആഗ്രഹം. അടുത്ത ആഴ്ച പെർഫോമൻസ് ഒക്കെ കുറേ ചിരിക്കാനുണ്ട്. ഫുൾ എൻജോയ് ചെയ്തു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അടിപൊളിയായിരുന്നു. താങ്ക് യു. ഞാൻ സെക്കൻഡ് ടൈം വെരി എന്റർടൈനിങ് ആയിരുന്നു. ഒബ്വിയസ്ലി നല്ലൊരു കോമഡി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സന്ദീപിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ജനറലി ഷർഫിക്കായാലും സുരാജേട്ടനായാലും ഭയങ്കര പഴയൊരു ഷർഫുദ്ദീനെയും പഴയൊരു സുരാജേട്ടനെ കണ്ട ഫീലിംഗ് പഴയ കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പുതിയ സ്റ്റോറി, ഓരോ ഫ്രെയിമും ഓരോ സീനുകളും അടുത്തെന്താ വരാൻ പോകുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ട്വിസ്റ്റുകളായിരുന്നു, നല്ല എൻ്റർടൈനിങ്. എൻജോയ് ചെയ്യാനായിട്ടും കണ്ട് ഒബ്സർവ് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ട് ഒരു നൈസ് എൻ്റർടൈനറാണ്. സോ ഇറ്റ്സ് ഗുഡ് ഫൺ. ഫസ്റ്റ് വാച്ചാണ്. കുറേ ആൾക്കാരാണ് ഇത്ര എൻജോയ് ചെയ്ത ഒരു പടം കേട്ടിട്ടുണ്ട്. പെർഫോമൻസ്, ഡയറക്ഷൻ, റൈറ്റിംഗ് എല്ലാം പൊളി. സുരാജിന്റെ ഷർഫിന്റെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? സുരാജിന്റെ ഷർഫിന്റെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും ഹ്യൂമറുടെ കാര്യത്തിൽ പറയുന്നല്ലോ, കിട്ടില്ലായിരുന്നു. എനിക്ക് സുരാജേട്ടൻ്റെ എന്താ പറയുക ഇന്റർവെൽ ബ്ലോക്കിനുള്ള തൊട്ട് മുന്നുള്ള എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഭാഗമായി. ഇത് ഫൺ മൂവിയാണ്. ഫസ്റ്റ് ലാസ്റ്റ് വരെ നമുക്ക് എൻജോയ് ചെയ്ത് സന്തോഷിക്കാൻ പറ്റിയൊരു സിനിമ. അത് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായി? എന്റർടൈനിങ് ആയിരുന്നു? അല്ല, ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഡയറക്ടർ. അന്ന് അത്രയും ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഓറഞ്ച് കത്തുന്നത് പേടിയായിരുന്നു. ഇപ്പോൾ ഓറഞ്ച് കത്തി തുടങ്ങിയത് അന്ന് ആക്ച്വലി പിന്നെ വിജയ് സാർ പറഞ്ഞതാണ്, അന്ന് ഓഫ്ലൈൻ ടിക്കറ്റ്സ് ഒരുപാട് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ആക്ച്വലി നമുക്ക് ബുക്ക് മൈ ഷോയിൽ കുറവായിരുന്നെങ്കിലും പല ഷോസും ഹൗസ്ഫുൾ ആയിരുന്നു. ഇപ്പം ഈവൻ ഓൺലൈൻ ബുക്കിംഗിൽ പോലും ഭയങ്കര ഓറഞ്ച് കത്തി തുടങ്ങി. വെരി ഹാപ്പി, വെരി ഹാപ്പി. അത് സെക്കൻഡ് മൺഡേ ആയിട്ടും ഇന്ന് പോലും രാവിലെ എടുക്കുമ്പോൾ നല്ലൊരു ട്രെൻഡാണ് കാണുന്നത്. വേർഡ് ഓഫ് മൗത്ത് ഈസ് വിന്നിംഗ്. കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പ്രേക്ഷകരോട് കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഇവിടത്തേക്കാളും വനിതാ വിനീതയിൽ നമ്മൾ കണ്ടത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പം ഇവിടെ സെലിബ്രിറ്റീസ് ആണ് കൂടുതലും, പക്ഷെ അത് വെരി കോമൺ ഓഡിയൻസിനോട് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഗോൾഡ്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട്. താങ്ക് യു. ഇത് റൈറ്ററാണ്. കുറെ കോമഡികളിൽ കുറെ എലമെന്റ്സ് ഉണ്ടോന്നുണ്ട്. അതിനകത്ത് കുറെ ചിരിക്കാനുള്ള കുറെ ഇംപ്രവൈസ് ചെയ്തായിരിക്കും കൂടുതൽ. ചെറിയ ഓൺലൈൻ ജോബ്സിൽ പലതും ഇംപ്രവൈസ് ചെയ്താൽ ഇപ്പം അതിൽ ഏറ്റവും ചിരി പൊട്ടിയ ഷറഫിക്ക പൂജ മോഹൻലാലിൻ്റെ ഒരു പർട്ടിക്കുലർ സീനിന് ഭയങ്കര ചിരി പൊട്ടിയിട്ടുണ്ട്. അത് ഷറഫിക്ക ഓൺ സീൻ ഇംപ്രവൈസ് ചെയ്തത്. ഇപ്പോൾ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ കോമഡി വർക്കൗട്ട് ഭയങ്കര പാടാണ്. ചില നമുക്ക് ചളിയായിട്ടൊക്കെ തോന്നാറ്. അപ്പോൾ ഈ ഒരു അത് തന്നെയാണ് ആ പ്രശ്നം. കോമഡി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഗ്രേഡ് ജോണറാണെന്നും അത് ചളിയാണെന്നുമുള്ളൊരു പ്രീ കൺസെപ്റ്റ് ഉണ്ട്. അത് തെറ്റാണെന്നാണ് പറയുന്നത്. ആദ്യം കാണുന്ന റിവ്യൂവർ ചളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ചളിയാണെന്നുള്ള പ്രീ കൺസെപ്റ്റ് മോശത്തിലൂടെ പോകുന്നതാണ് പ്രശ്നം. കോമഡി ഓൾവേസ് കോമഡി എന്ന് പറയുന്ന സാധനത്തിന് എല്ലാവരും ചിരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ചിരിക്കാത്ത ആൾക്കാരായിരിക്കും ചളി എന്ന് പറയുന്നത്. സോ ചളി ഈസ് നോട്ട് എ ബാഡ് തിങ്. അതിവിടെ ഇപ്പോൾ പറയുന്നത് ചളി എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള സാധനമല്ല. മലയാളം സിനിമ ഈസ് ബിൽഡ് ഓൺ ചളി, കുഴപ്പമില്ല. ഇപ്പോൾ കോമഡി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ വെരി എന്താ പറയുക ഏറ്റവും ബേസിക് ആയിട്ടൊരു ജോണറാണ്. നമ്മളത് ചെയ്യാൻ പേടിക്കാതിരിക്കുക എന്നുള്ളത്. കുറെ വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ കഥ പറയാനുള്ള പുള്ളിക്ക് ആക്ച്വലി നമ്മൾ ആ ഒരു ഭയങ്കര എക്സൈറ്റ് ആയിരുന്നു.
ഓരോ എത്തുമ്പോൾ തന്നെ പുള്ളി അവിടെ വെച്ച് തന്നെ ഓരോന്ന് അഭിനയിച്ചാണ്. ഒരു സീനൊക്കെ പുള്ളി അവിടെ വെച്ച് തന്നെ അഭിനയിച്ചാണ്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളിക്ക് ആ പഴയ റോളൊക്കെ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ്. നമ്മളത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. പഴയ ദേശം നമ്മുടെ ക്യാരക്ടർ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ക്യാരക്ടർ. ആ പഴയ റോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഭയങ്കര. സുരാജേട്ടനും ഷർഫിക്കൊക്കെ സീനിയേഴ്സാണ്, പക്ഷേ ഇവരൊക്കെ പുതിയ ആൾക്കാരാണ്. എന്നിട്ട് പോലും ഒരിടത്ത് പോലും അവർ കഷ്ടപ്പെടുന്നതായിട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കട്ടക്കി നിന്നിട്ട് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീൽ വന്നു ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ ചിരിക്കുമ്പോൾ ഓരോ ചിരിയും കയ്യുടെയും ഭയങ്കര ഹാർട്ട് വാമിംഗ് ആണ് കാണുമ്പോൾ. ഭയങ്കര സന്തോഷം. എല്ലാവരും നമ്മൾ കുറേ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. റെസ്പോൺസാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഓഡിയൻസായിട്ട് ആ ഒരു നമ്മുടെ ഫോട്ടോഗ്രാഫർ അവിടെ